ഹലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഹെയർ ഡൊണേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ മുടി വെട്ടിക്കളഞ്ഞപ്പോഴാണ് കേട്ടോ ഒരുപാട് പേർക്ക് എൻ്റെ മുടി ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. കല്യാണം എല്ലാം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുടിക്ക് പൊഴിയുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. ഡെലിവറി കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ള മുടിയുടെ പകുതിയായിട്ട് കുറഞ്ഞു. കുഞ്ഞായതിന് ശേഷം ജോലിയും റിസൈൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കുമ്പം പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് എൻ്റെ മുടി ഒരുപാട് കുറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായത്. ആ ഒരു ടൈമിലൊക്കെ ഞാനിങ്ങനെ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഒരു വല്ലാത്ത ഫീല് തന്നെയായിരുന്നു. നമുക്ക് നമ്മുടെ തലേന്ന് 1 or 2 മുടി പൊഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ക്യാൻസറൊക്കെ ബാധിച്ചിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് റേഡിയേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ തലയിൽ മുടി ഫുള്ള് പോവുമല്ലേ. അപ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമമായിരിക്കും ഉണ്ടാകുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കി. അങ്ങനെയാണ് ഞാൻ ഹെയർ ഡൊണേറ്റ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞാൻ ഈ കാര്യം എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം നല്ല എതിർപ്പ് കാണിച്ചുവെങ്കിലും പിന്നീട് എൻ്റെ ഹസ്ബൻഡ് അതിനെ സമ്മതിച്ച് തരികയായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കേരള ഹെയർ ഡൊണേഷൻസ് എന്ന് പറയുന്ന ഒരു വിഗ് ബാങ്ക് നമുക്ക് ഉണ്ടെന്നും അവിടെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് നമ്മുടെ മുടി കൊണ്ട് വിഗ് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് അർഹിക്കുന്ന രോഗികൾക്ക് അവർ ചെയ്തു കൊടുക്കുമെന്ന് അറിയാൻ പറ്റി. അങ്ങനെയാണ് നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതി മുടി ഡൊണേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ഈ കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൾക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നാണ് ഹെയർ ഡൊണേറ്റ് ചെയ്തത്. ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ മുടി ഒരു തൈലത്തിലും ഓയിൽ ഉണ്ടാവാൻ പാടില്ല. മുടി നന്നായിട്ട് ഷാമ്പൂ ഇട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. 12 ഇഞ്ച് അഥവാ 30 സെൻറ്റിമീറ്ററിൽ കുറയാതെ മുടി കട്ട് ചെയ്യണം. അതുപോലെ തന്നെ നരച്ച മുടി ഉണ്ടല്ലോ, നരച്ച മുടി ഡൈ ചെയ്തിട്ടുള്ള അങ്ങനത്തെ മുടികൾ സ്വീകരിക്കില്ല. നമ്മൾ എത്രയാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നീളം കണക്കാക്കി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് അതിനല്പം മുകളിൽ വെച്ച് വേണം നമ്മൾ മുടി മുറിക്കാനായിട്ട്. നമ്മളങ്ങനെ മുറിച്ചെടുത്ത മുടി, കട്ട് ചെയ്ത തലമുടി നല്ല വൃത്തിയുള്ള കവറ്, നമുക്ക് കടകളിൽ ചെല്ലുമ്പം പാക്കിംഗ് കവർ അഥവാ സിപ്ലോക്ക് കവർ വാങ്ങിക്കാൻ കിട്ടും. ആ കവറിലിട്ട് നല്ലപോലെ പാക്ക് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യേണ്ട അഡ്രസ്സ് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിജയം. നമ്മളാകെ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ്. ഒന്ന് ഉറങ്ങി എണീറ്റാൽ ഞാനുണ്ടോ നീയുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെക്കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്നെങ്കിൽ അങ്ങ് ഉണ്ടാവട്ടെ. വെറുതെ ജീവിച്ച് മരിക്കുന്നതിലും നല്ലത് അതല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.